ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന കുറച്ച് ദിവസം തിരക്കായിപ്പോയി, ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ കുറവാണ് നമ്മൾ അപ്ലോഡൊക്കെ ചെയ്തത്. അപ്പോൾ ഇതാക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ഡെമ്മി മുട്ട ഉണ്ടാക്കുന്ന. അപ്പോൾ ആ ഒരു കോഴിമുട്ടയാട്ടോ ഈ ഒരു മുട്ട. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ഒരു ഉപയോഗം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ കോഴിമുട്ടയൊക്കെ നമ്മൾ കോഴികളിടുന്ന സമയത്ത് നമ്മൾ വേഗം നമ്മൾ എടുത്ത് വെക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ കോഴികൾ മുട്ടയിടുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോഴിമുട്ടയിടുന്ന സ്ഥാനം എവിടെയാണോ അവിടെ തന്നെ കോഴിമുട്ട വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കോഴികൾ വേഗം പൊരുത്താനുള്ള സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ അതാണ് മെയിൻ ഇതിന് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കോഴിമുട്ടയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ നല്ല കോഴിമുട്ടയൊക്കെ ആകുമ്പോൾ ഒരുപാട് ദിവസം ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ കേട് വരിക. അപ്പോൾ ഈ ഒരു ചൂട് കാരണം കോഴിമുട്ട കലങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാത്രമാട്ടോ നമ്മൾ ഇതാ ഡെമ്മി മുട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡെമ്മി മുട്ട നമ്മൾ കോഴികൾ നിങ്ങൾക്കറിയാം, നിങ്ങളെ കോഴികൾ എവിടെയാണ് മുട്ടയിടുന്നത് എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ കോഴിമുട്ട വെക്കാൻ ശ്രദ്ധിക്കാം. ഈ ഒരു ഡെമ്മി കോഴിമുട്ട വെക്കാൻ ശ്രദ്ധിക്കാം. ആ സമയത്ത് നമ്മളെ കോഴികളൊക്കെ വേഗം അതിൽ തന്നെ കോഴിമുട്ടയിൽ എന്താ പറയുക, ഡെയിലി മുട്ടയൊക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ ഒരു കുറച്ച് കോഴിമുട്ട അവിടെ കാണുമ്പോൾ അവർക്ക് വേഗം പൊരുത്താകുകയും അതേപോലെ തന്നെ ഈ കുറേ പരാതിയൊക്കെ ഉണ്ട്, എൻ്റെ കോഴി പൊരുത്താവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വിഷമാണ് നമുക്ക് എല്ലാവർക്കും. എന്താ വെച്ചാൽ വീട്ടിൽ വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അടവെച്ച് വിരിക്കുന്ന കോഴികളൊക്കെ ആണെങ്കിൽ പൊരുത്താതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതായിരിക്കും, നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഇടുന്നത് മാത്രമല്ല, അപ്പോൾ വിരിയിപ്പിച്ച് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ലാഭമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നാടൻ കോഴി ഇപ്പോൾ പൊതുവേ കിട്ടാനില്ലാത്തത് കൊണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കോഴികളൊക്കെ പെട്ടെന്ന് പൊരുത്തും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, നമ്മളെ കോഴി ഇങ്ങനെ മുട്ടയിടുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പൊരുത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ എവിടെയോ ഒരു ചെറിയൊരു വീഡിയോ യൂട്യൂബ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തു നോക്കിയാ കേട്ടോ. അപ്പോൾ കറക്റ്റാണ്, സക്സസ് ആയിട്ട് തന്നെ ഉള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ ഒരു നാടൻ കോഴികളൊക്കെ ഒരു ഇരുട്ട് ഒരു പോലെയുള്ള ഒരു സ്ഥലത്താട്ടോ മുട്ടയിടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കേട്ടോ. ഇത് ഞാൻ കോഴിമുട്ട അടവെച്ച കോഴിയാണ്. അപ്പോൾ വേറെ കോഴികൾ വന്ന് ഇതിൽ മുട്ടയിട്ടിട്ട്, അപ്പോൾ നമ്മൾ അടവെച്ചതിനെക്കാട്ടിയും എണ്ണം കൂടുതലാട്ടോ നമുക്കുള്ളത്. അപ്പോൾ അതിലൊരു കോഴിയാട്ട വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവള് പൊരുത്താവാറായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാട്ട കിടക്കുന്നത്. ഇനി ഇവളെ എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഇതാട്ട നമ്മൾ ഇവക്ക് 9 മുട്ടയായിരുന്നു വെച്ച് കൊടുത്തത്. ഇപ്പോൾ 12 മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ലാസ്റ്റ് വിരിയാത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോഴിയൊക്കെ അടവെച്ച കോഴികളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് ഒരു 2 ദിവസമൊക്കെ ഒരു വളർച്ച എത്തിയിട്ട് നമുക്ക് കോഴികളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് തന്നെ മാറ്റിയിടാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണ് ശരിക്കും ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കൂടിൻ്റെ മോൾ ഭാഗത്താണ് ഇവർ മുട്ടയിടാൻ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ മുട്ടയിടുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഇവർ അടയിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വേറെ ഭാഗത്തേക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല. ഇവരെവിടെയാണോ മുട്ടയിടുന്നത് അവിടെ തന്നെയാണ് ഇവർ അടയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടേക്കെങ്കിലും മാറ്റിയിട്ട് 2-3 ദിവസമൊക്കെ അടച്ച് വെച്ചിട്ട് അവരൊന്ന് അതിലിരുന്നൊന്ന് റെഡിയായി വരണം. അപ്പോൾ നമ്മളെ ഡെമ്മി മുട്ട നമ്മളെ കോഴികൾ വേഗം പെട്ടെന്ന് പൊരുത്താൻ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളതാ ഈ ഒരു പാവം കോഴി കേട്ടോ, ഇത് നമ്മൾ ഒരുപാട് മുട്ട വലിയ കോഴി അതുകൊണ്ട് തന്നെ ഒരുപാട് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇവൾ പൊരുത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ വേറെ സ്ഥാനമൊന്നും മാറ്റിയില്ല, ഇടയ്ക്കിടയ്ക്ക് അവളപ്പുറം പോയി കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുറച്ച് ദിവസമായി നമ്മൾ ഇവളെ അടവെച്ചിട്ട്, അപ്പോൾ അടവെച്ച് ഞാൻ ഒരു ഭാഗത്താണ് ഒരു മൂലയിലായിട്ടാട്ടോ അടവെക്കൽ. അവിടെ കിടക്കാതായപ്പോൾ ഈ കൂട്ടിൽ തന്നെയാട്ടോ വന്ന് കിടക്കുന്നത്. അവിടെ ഇതാക്കുന്ന ഈ ഒരു അലങ്കോലാക്കി കിടക്കുന്നുണ്ട്. ഇവള് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇവക്ക് വേണ്ടിയിട്ടാണ് കോഴിമുട്ട വെച്ച് കൊടുത്തത്. ഈ ഒരു ഇതിൽ വേറെ കോഴികൾ വന്ന് മുട്ടയിട്ട് ഇപ്പോൾ മൊത്തം 15 ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട മാറ്റി ഇപ്പോൾ 12-13 കോഴിമുട്ട ഉണ്ട്. അപ്പോൾ ഇവൾ മാത്രമല്ല, വേറൊരു കോഴിയും കൂടി ഇവളപ്പുറം തന്നെ ഈ ഒരു കോഴിമുട്ടയിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരും പൊരുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒരുപാട് കോഴികൾ നമുക്ക് പൊരുത്തായിട്ട് ഉണ്ട്. പിന്നെ അതല്ല 3 കോഴികൾ നമുക്ക് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ ആൾക്കാരുണ്ട്. ഇനി ഇവരൊക്കെ വിരിഞ്ഞിറങ്ങാനുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഏകദേശം ഒരുപാട് ദിവസത്തെ ഡിഫറൻ്റ് ഒന്നും ഇല്ലാത്ത കോഴികളാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേപോലത്തെ കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും, ഒരേ
വളർച്ചയുള്ള കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് അവരെ ഒന്നിച്ചിടാൻ ഒരു സുഖമായിരിക്കും. ഇപ്പം നമ്മളെ കയ്യിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഒരു മാസം ആയതും ഒരു 13 ദിവസമൊക്കെ ആയതുമാണുള്ളത്. അപ്പോൾ ഇവരാട്ടോ നമ്മളെ പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ, വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ 2 തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവരെ 2 കൂട്ടരെയും ഒരു ഭാഗത്ത് ഇട്ടിരിക്കുക കേട്ടോ. ഇത് നമ്മളെ ആദ്യത്തെ ആ കോഴിക്കുഞ്ഞുങ്ങൾ ഇടുന്ന ആ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 3 സെക്ഷനാക്കി തിരിച്ചാണ് നമ്മളെ 3 തള്ളക്കോഴിനെയും കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. ഇപ്പം ഞാൻ ഇവരെ 2 കൂട്ടരെ ഒരു സ്ഥലത്തും പിന്നെ ആദ്യം വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ വേറൊരു ഭാഗത്തുമായിട്ട് ഇടൽ. ഇവരെ കൂട്ടത്തിലിട്ടാൽ കൊത്തുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ ഈ സൈഡിൽ കവുങ്ങിൻ്റെ ആ ഒരു കഷ്ണമൊക്കെ വെച്ചത്, മഴയൊക്കെ ഇപ്പോൾ ഇടമഴ പെയ്യുന്നുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ആ കവുങ്ങിൻ്റെ മേലെ കയറി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം ഒരു സ്ഥലത്ത് മാത്രം ഇട്ടതാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ തള്ളക്കോഴിനൊക്കെ ഒഴിവാക്കി കുഞ്ഞുങ്ങളെല്ലാത്തിനും കൂടി ഒരു ഭാഗത്തേക്കാക്കും. അപ്പം ഇനി രണ്ടാമത് നമ്മളെ കോഴികളൊക്കെ ചേലിട്ട് മുട്ടയൊക്കെ ഇടാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളെ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുന്ന കുറേ നമ്മുടെ കോഴികളൊക്കെ അടവെച്ച് വിരിഞ്ഞു. ഇപ്പോൾ ഇനി പൊരുത്തുന്നുണ്ട്, അടവെച്ച ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെ ഇതേപോലെ ഡെമി മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കോഴികളൊക്കെ പൊരുത്താത്ത അടയിരിക്കാത്ത കോഴികളൊക്കെ ഇതേപോലെ അടയിരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.